ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ? ഇറാനുമായുള്ള യുദ്ധം തുടങ്ങുമ്പോൾ ഇറാനെ തീർക്കുന്ന പറഞ്ഞ ടീമിലൊന്നും ഉണ്ടല്ല, ഇപ്പം കാണുന്നില്ല. മഷീട്ട് നോക്കിയിട്ടും ഒരുത്തനെയും കാണുന്നില്ല. നമ്മളെ നെതന്യാഹു ആണെങ്കിലുണ്ടല്ല തീർന്നതാന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ നമ്മളെ ട്രംപാണെന്നുണ്ടല്ല ലോകരാജ്യങ്ങളെല്ലാം കാലു പിടിക്കുന്നത്. എന്താണെന്നറിയാം, ഈ യുദ്ധം ഒന്ന് തീർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഇറാനോടൊന്ന് പറയുമെന്നാണ് നമ്മളെ ട്രംപാണ് ഇപ്പൊ ചോദിക്കുന്നത്. എന്താ ചെയ്യാ? ഇവരെല്ലാം അവസ്ഥ കാണുമ്പോ ചിരിക്കാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ പടച്ചോനെ? ശരിക്കും പറഞ്ഞാണ്ടല്ല ലോകരാജ്യങ്ങളുടെ കാല് പിടിക്കാൻ വേണ്ടിട്ട് ട്രംപിന് ഈ അവസ്ഥ വരുത്താൻ വേണ്ടിട്ട് ഇറാൻ ചെയ്ത പണികൾ അറിയാം. ഹോർമുസ് കടലിടുക്ക് വഴിയുണ്ടല്ല എല്ലാ രാജ്യങ്ങൾക്കും അവരുടെയൊക്കെ കപ്പൽ കൊണ്ടുപോവാ. പക്ഷേ ഉണ്ടല്ല ഇസ്രായേലിന്റെ അമേരിക്കന്റെയും കപ്പല് ആ വഴിക്ക് ഒരിക്കലും വിടില്ലാന്ന് ഇറാനങ്ങ് പറഞ്ഞു. അതോടുകൂടി നമ്മുടെ തള്ളൽമാമൻ ട്രംപ് പെട്ട്. അതുമാത്രമല്ല റഷ്യന്റെയും ചൈനന്റെയും സഹായം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഇറാനങ്ങ് തുറന്ന് സമ്മതിച്ച്. അതായത് ട്രംപണ്ണ നമ്മളെ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ റഷ്യയുണ്ട്, ചൈനയുണ്ട്, കൂടെയുണ്ടല്ല ഉത്തര കൊറിയ ഉണ്ടെന്ന് ഇറാനങ്ങ് പറഞ്ഞു. എന്തായാലും നമുക്ക് ട്രംപണ്ണം പെട്ട ആ വാർത്ത ഒന്ന് കേട്ടിട്ട് വന്നാലോ? ഇറാന്റെ അപ്രതീക്ഷിത നീക്കം ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യക്ക് മറ്റ് ലോകരാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമില്ലാത്തത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രം. നിർണായകമായ ഈ ചുവടുമാറ്റം ഇറാൻ നടത്തിയിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ്. അവർ പറയുന്നു ഹോർമുസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമാണ് എന്നുള്ളത്. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത് എന്ന് നിർണായകമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ പാതയാണ്, അതിപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ വിലക്കുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് മുന്നിൽ മാത്രമാണ്, അല്ലാതെ പാത പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് പറയുകയാണ്. തുറന്നു കിടക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെയും നമ്മളെ ആക്രമിക്കുന്ന അവരുടെ സഖ്യകക്ഷി രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും ടാങ്കറുകൾക്കും മുന്നിൽ മാത്രമാണ് ഹോർമുസ് അടയുക എന്ന് പറയുകയാണ് ഇറാൻ. എല്ലാ സ്വാതന്ത്ര്യവും മറ്റു രാജ്യങ്ങൾക്കുണ്ട് എന്നും അബ്ബാസ് അരാഗ്ചി പ്രധാനമായും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നൂറുകണക്കിന് കപ്പലുകൾ ഈ പാതയിൽ കുടുങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കപ്പലുകളുണ്ട്. ഇറാന്റെ വളരെ പ്രധാനമായ ഈ പ്രസ്താവന വരികയും മറ്റും ചെയ്യുന്നത് അത് അമേരിക്കയും ഇസ്രായേലിനെയും വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാനെ ആക്രമിക്കുന്നവർക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും മറ്റ് ലോകരാജ്യങ്ങൾക്ക് നിയന്ത്രണമില്ല എന്നും പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ തങ്ങൾ കാരണം ഒരു പ്രതിസന്ധി മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ കൂടി ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇറാൻ പറഞ്ഞു കേട്ടോ, റഷ്യയും ചൈനയും ഇറാന് സൈനിക പിന്തുണ നൽകുന്നുണ്ടെന്നും അവർ ഇറാന്റെ നയതന്ത്ര പങ്കാളികളാണെന്നുമായിരുന്നു അരാഗ്ചിയുടെ മറുപടി. വലിയ സഹകരണം ഇരു രാജ്യങ്ങളുമായി ഉണ്ട് എന്നും അത് തുടരുന്നുവെന്നും ഇറാൻ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ നമ്മുടെ ട്രംപണിനും നമ്മളെ കേരളത്തിലെ സംഖ്യകളും കിസംഖ്യകളും എങ്ങനെ സഹിക്കും സുഹൃത്തുക്കളെ, എങ്ങനെ സഹിക്കും? ട്രംപണ്ണ സത്യത്തിൽ എന്താ വിചാരിച്ചെന്നറിയാം. ഹോർമുസ് കടലെടുക്കണ്ടില്ല ഇറാൻ എല്ലാവർക്കും എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി അങ്ങ് അടച്ചു കളിയുന്നതാണ്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇറാനെതിരെ തിരിയല്ല, അങ്ങനെയാണ് നമ്മളെ ട്രംപണ്ണൻ വിചാരിച്ചത്. പക്ഷെ എന്താ ചെയ്യാ, ഹോർമുസ് കടലെടുക്ക് ട്രംപണ്ണനും നെതന്യാഹുവിനും വേണ്ടി മാത്രമാണ് ഇറാൻ അങ്ങ് അടച്ചത്. അതോടുകൂടി നമ്മുടെ ട്രംപണ്ണൻ നമ്മളെ തള്ളൽ മാമൻ വെട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ല, വെട്ട്. ഇപ്പൊ മറ്റുള്ള ഒരു രാജ്യങ്ങൾക്കുണ്ടല്ല ഇറാനോട് ഒരു ദേഷ്യമില്ല, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് ഇറാൻ ഒറ്റക്ക് തീർക്കാൻ പോയ നമ്മളെ ട്രംപണ്ണൻ ഈ ഹോർമുസ് കടലെടുക്ക് അമേരിക്കക്ക് കൂടി വേണ്ടി തുറക്കാൻ വേണ്ടിട്ട് ലോകരാജ്യങ്ങളെ കാല് പിടിക്കുന്ന ആ വാർത്തയും കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ? ഹോർമുസ് കടലെടുക്ക് ബലമായി തുറക്കാൻ യുഎസിനൊപ്പം ചേരാൻ UK, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളോട് ട്രംപ് ആഹ്വാനം ചെയ്യുന്നു. ഹോർമുസ് കടലെടുക്ക് വഴി എണ്ണ സ്വീകരിക്കുന്ന ലോകരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണേശ്വർ വിവരങ്ങളുമായി ചേർന്ന് അമേരിക്കയിലും ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസലിന്റെ വില യുദ്ധം തുടങ്ങിയതിനു ശേഷം 20% ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹൌസും പ്രസിഡന്റ് ട്രംപും ഒക്കെ വലിയ സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പ്രസ്താവനകളും ഒക്കെ ട്രംപിൽ നിന്ന് വരുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു ബഹുരാഷ്ട്ര സഹകരണം അനിവാര്യമാണെന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കയും പ്രസിഡന്റ് ട്രംപും മുന്നോട്ട് വെക്കുന്നത്. ഇത് അമേരിക്ക മാത്രം ഏറ്റെടുക്കേണ്ട ബാധ്യതയല്ല. ആഗോള ഊർജ്ജ വിതരണത്തിന് നിർണായകമായ ഈ ഗതാഗത പാത സംരക്ഷിക്കുന്നത് ഒരു ടീം വർക്ക്, ഒരു കൂട്ടായ ശ്രമമായിരിക്കണമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഈ എണ്ണ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി അമേരിക്കയോടൊപ്പം മറ്റ് രാജ്യങ്ങളും നാവികസേനയെ വിന്യസിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റു രാജ്യങ്ങൾ യുദ്ധ കപ്പലുകൾ അയക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ നീക്കം യുഎസിനൊപ്പം ചേർന്ന ഒരു സംയുക്ത സൈനിക നടപടിയായിരിക്കും. എന്നാൽ ഇതുവരെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിന് സമ്മതം നൽകിയിട്ടുള്ളത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK തുടങ്ങിയ രാജ്യങ്ങൾ ഈ ദൌത്യത്തിൽ പങ്കാളികളാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറയുന്നത്. നമുക്കറിയാം, നീ പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നോ ട്രംപണ്ണ, നിന്നെ സഹായിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം വരുന്നു. നീ സ്വപ്നം കണ്ട് അവിടെ ഇരുന്നോ. നിന്റെ കൂടെ കൂടിയിട്ടുണ്ടല്ല നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കുട്ടിയും വരില്ല. എന്റെ ട്രംപണ്ണ, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പിലേ നമ്മളൊക്കെ നിന്നോട് പറഞ്ഞില്ലേ ഈ പരിപാടിക്ക് നിൽക്കണ്ട ട്രംപണ്ണ, ഈ പരിപാടിക്ക് നിൽക്കണ്ടെന്ന്. അതായത് വെനസ്വേല എല്ലാ ഇറാനെന്ന് നമ്മൾ എത്രോട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പറയുമ്പം നിനക്ക് അഹങ്കാരം, ഭയങ്കര അഹങ്കാരം. നിനക്ക് മറ്റേ വേട്ടാവളി നെതന്യാവിനെയും കൂടി ഇപ്പൊ ഇറാനെ തീർക്കണം,
ഇറാനെ തീർക്കണം. ഇപ്പൊ എന്തായി? ഇറാനെ തീർക്കാൻ പോയിരുന്നില്ല, പടമായി എന്ന് കേൾക്കുന്നു. നീയാണെങ്കിൽ ലോകരാജ്യങ്ങളെ കാല് കുടുക്കിയിരുന്നു ഈ യുദ്ധം നിർത്താൻ വേണ്ടിട്ട്. അതാണ് അവസ്ഥ. നീയൊക്കെ യുദ്ധം തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് തന്നെ വൃത്തികെട്ട കളി കളിച്ചിട്ട് ആയത്തുള്ള അലി ഖമേനി ഇല്ലാതാക്കി. ഇപ്പൊ എന്തായി? ഖമേനിയെക്കാളും വീരനാണ് ഖമേനിയുടെ മകൻ. ഖമേനിയുടെ മകനാണ് ഇപ്പൊ നിനക്ക് പണി തരുന്നത്. നമ്മളെയൊക്കെ നാട്ടിലൊരു പറച്ചിലുണ്ട്, എന്താണെന്നറിയാ, പിടിച്ചതിനും കാട്ടി വലുതാണ് മാണത്തിൽ നിന്ന്. ആ അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. അതായത് മരണപ്പെട്ട ഖമേനിയെക്കാളും ഭയങ്കരനാണ് ഖമേനിയുടെ മകൻ. നമുക്കല്ല, നമ്മൾ ഹോർമുസ് കടലിടുക്കിൽ ട്രംപണ്ണൻ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം ചോദിക്കുന്നതിന്റെ മെയിൻ കാരണം ഒന്ന് കേട്ടിട്ട് വന്നാലോ? ആ കാരണം വേറെ ആരുമല്ലാട്ടോ പറയുന്നത്. ഈ യുദ്ധം തുടങ്ങിയ ശേഷമല്ല, ഇറാൻ ഇപ്പം തീരും നമ്മൾ ട്രംപണ്ണൻ പറയും പോലെ പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു സംഗിണി ചേച്ചി. ആ സംഗിണി ചേച്ചി തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. നമുക്ക് ആ സംഗിണി ചേച്ചി പറയുന്ന ട്രംപിന്റെ ഉഡായിപ്പം ഇറാന്റെ ശക്തി ഒന്ന് കണ്ടിട്ട് വന്നാലോ? ആലോചിച്ച് നോക്കൂ, ശാന്തമായിട്ടുള്ള ഒരു കടൽ. ദൂരത്ത് നിന്ന് ഒരു ചെറിയ വെള്ള ബോട്ട് അതിവേഗത്തിൽ ഒരു കപ്പലിന് നേരെ പാഞ്ഞു വരുന്നു. മിസൈൽ അല്ല, വിമാനമല്ല, വെറും ഒരു ബോട്ടാണ്. ഒരു ചാവേറിനെ പോലെ പാഞ്ഞെടുക്കുന്ന മരണം. തൂക്കുകൾ കൊണ്ട് അതിനെ തടയാനാവില്ല, റഡാറുകൾക്ക് അതിനെ പിടികൂടാനാവില്ല. അത് കപ്പലിൽ ചെന്ന് ഇടിക്കുന്ന നിമിഷം ആ കൂറ്റൻ സ്റ്റീൽ കൊട്ടാരം ആ കപ്പൽ കത്തിയമരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ടൺ ഉരുക്ക് കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക്. ഇതിനെയാണ് കാമിക്കാസെ എന്ന് വിളിക്കുന്നത്, തിരിച്ചുവരവില്ലാത്ത ചാവേറുകൾ. ഇന്ന് 2026 മാർച്ച് 14. ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കലാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന ലോകത്തിന്റെ ശ്വാസനാളം ഇറാൻ ഏതാണ്ട് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി അവിടെ നടക്കുന്നത് സിനിമകളെ പോലും വെല്ലുന്ന ഭീകരതയാണ്. ഇറാന്റെ മിസൈൽ സിറ്റുകളിൽ നിന്ന് പുറത്തുവരുന്ന കാമിക്കാസെ ഡ്രോൺ ബോട്ടുകൾ ലോക വ്യാപാരത്തിന്റെ ശ്വാസം മുട്ടിക്കുകയാണ്. ഇറാന്റെ ഈ രഹസ്യ ആയുധങ്ങൾ എത്രത്തോളം മാരകമാണ്? എന്താണ് ഈ മരണ ബോട്ടുകൾ? പരിശോധിക്കാം. ഇറാൻ വെറും ഒരു രാജ്യമല്ല, കടലിനടിയിൽ പണിതുയർത്തിയ ഒരു മഹാ ആയുധപുരയാണ്. IRGC പുറത്തുവിട്ട ദൃശ്യങ്ങൾ കണ്ടാൽ ആരും ഞെട്ടും. കിലോമീറ്ററുകളോളം നീളുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ, അവിടെ വരിവരിയായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന 100 കണക്കിന് ഡ്രോൺ ബോട്ടുകൾ, ആന്റിഷിപ്പ് മിസൈലുകൾ, സീ മൈനുകൾ. ഇതിനെയാണ് അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി എന്ന് വിളിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക സാറ്റലൈറ്റുകൾക്ക് പോലും ഈ നഗരങ്ങളിലേക്ക് കണ്ണെത്തിക്കാൻ കഴിയില്ല. അവിടെ നിന്നാണ് ഈ ചാവേറുകൾ ഓരോന്നോരോന്നായി കടലിലേക്ക് ഇരച്ചു കയറുന്നത്. ഹിഡൻ ഡെത്ത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ ഈ നഗരങ്ങളിൽ നിന്നുള്ള മരണദൂതന്മാർ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിനെ ഒരു ശ്മശാനമാക്കി മാറ്റിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ നാവിക ശക്തി വിളിച്ചോതുന്നതിനാണ് ഇറാൻ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇറാന്റെ ഈ നീക്കം വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആയുധത്തിന്റെ ഭീകരതയിലേക്ക് വരാം. ഡേഞ്ചറസ് ആയ ഒന്നാണ് കാമിക്കാസെ ഡ്രോൺ ബോട്ടുകൾ. ഇതിനെ ഒരു ചാവേർ ബോട്ട് എന്ന് വിളിക്കാം. കാരണം ഈ ബോട്ടുകളിൽ പൈലറ്റ് ഉണ്ടാവില്ല. എന്താണ് ഇവയുടെ പവർ? ഇവ സാധാരണ ബോട്ടുകളല്ല. ഇൻവിസിബിൾ കില്ലേഴ്സ് അല്ലെങ്കിൽ ഗോസ്റ്റ് ഐഡന്റിറ്റി. ഇവ സാധാരണ സ്പീഡ് ബോട്ടുകളെ പോലെയാണ് ഇരിക്കുന്നത്. കപ്പലിലെ ക്രൂവിനോ റഡാറുകൾക്കോ ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇവ വളരെ ചെറുതാണ്, പലപ്പോഴും വെറും 10 മുതൽ 15 അടി മാത്രം നീളമുള്ളവ. ആധുനിക റഡാർ സംവിധാനങ്ങൾക്ക് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അടുത്തത്, മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗത. അതായത് നിങ്ങൾ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ഈ ബോട്ടിനെ കാണുമ്പോഴേക്കും അത് നിങ്ങളുടെ കപ്പലിന്റെ ഹള്ളിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞിരിക്കും. കടലിലെ തിരമാലകൾക്കിടയിലൂടെ ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ ബോട്ടുകൾ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് കപ്പലിലുള്ളവർ ശ്രദ്ധിക്കുന്നത്. ഇനി മാസീവ് പേലോഡ്. കിലോമീറ്ററുകൾ അകലെയിരുന്ന് റിമോട്ടിലൂടെ നിയന്ത്രിക്കാവുന്ന ഈ ബോട്ടുകൾക്കുള്ളിൽ 200 മുതൽ 500 കിലോ വരെ അതിശക്തമായ സ്ഫോടക വസ്തുക്കളാണ്, ഹൈ എക്സ്പ്ലോസീവ് ആണ് നിറച്ചിരിക്കുന്നത്. ഒരു പോർട്ടൻ ഓയിൽ ടാങ്കറിന്റെ വശങ്ങളിൽ ഒരു വലിയ ഗുഹ തന്നെ ഉണ്ടാക്കാൻ ഈ ഒരു ബോട്ട് മതി. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് ഒരു ചെറിയ ഭൂകമ്പത്തിന് തുല്യമാണ്. ഇറാന്റെ തീരത്ത് നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെ വരെ പോയി ആക്രമണം നടത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ വീതി വെറും 33 കിലോമീറ്റർ മാത്രമാണെന്ന് ഓർക്കണം. അതായത് ഈ കടൽപാതയിലൂടെ പോകുന്ന ഒരു കപ്പലും ഇറാന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന സാരം. ഇതുപോലെ അളിയ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ശക്തി എന്താണെന്ന് തെളിയാൻ വേണ്ടി ഈ സംഭവം കേട്ടാ പോരെ. ആ കടലിൽ ഇറാൻ ഇത്ര ശക്തരാണെങ്കിൽ കരയിൽ ഇറാൻ എത്ര ശക്തരായിരിക്കും? ഇത്രയും അപകടം പിടിച്ച സ്ഥലമായതുകൊണ്ടാണ് കേട്ടാ ട്രംപണ്ണൻ മറ്റുള്ള രാജ്യങ്ങളെല്ലാം സഹായം ചോദിക്കുന്നത്. ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ഒരു രാജ്യം അവിടെ ഒരു നാവികസേന ഈ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുവോ? ഇത്രയും നാൾ ഇറാനെ കുറ്റം പറഞ്ഞ് ഇറാൻ ഇപ്പം തീരും എന്ന് പറഞ്ഞ സംഘടിച്ചേച്ചി ഇപ്പോഴെങ്കിലും സത്യം തുറന്നു പറഞ്ഞല്ല. ഈ യുദ്ധം തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞ പെട്ടതുണ്ടല്ല നെതന്യാഹുവിനെയും കാട്ടി നമ്മളെ ട്രംപണ്ണനാണ് ഇപ്പൊ ശരിക്കും പെട്ടിട്ടുള്ളത്. നെതന്യാഹുവിന് എപ്പോഴുണ്ടല്ലോ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഒറ്റ മുങ്ങലാണ്, ഏതെങ്കിലും ബങ്കറിൽ പോയി ഒളിക്കും, എന്നിട്ട് എപ്പോഴെങ്കിലും പുറത്തു വന്നാൽ മതി. പക്ഷെ അങ്ങനെയല്ല നമ്മളെ ട്രംപണ്ണന് ദിവസം ഒരു 10 നേരമെങ്കിലും തള്ളണ്ടേ? ആ തള്ളിൽ ഇപ്പൊ എങ്ങനെ ട്രംപണ്ണൻ തള്ളും? ട്രംപണ്ണന് തള്ളലൊക്കെ ഇടില്ല, വെറും തള്ളു മാത്രമാണെന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ആകെ തള്ളി നാണം കെട്ട് പണ്ടാരടങ്ങിയിട്ടുള്ള നമ്മളെ ട്രംപണ്ണൻ. എന്തായാലും ട്രംപണ്ണൻ ഈ നെതന്യാഹുവിന് ഈ അവസ്ഥ കാണുമ്പോഴല്ല ഒരുപാട് സന്തോഷമുണ്ട്. ലോക സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടല്ല, ഇവരുടെ രണ്ടാൾ ഈ തകർച്ച ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഇവർ രണ്ടാളും വിജയിച്ചിട്ടുണ്ടെങ്കില്ല അത് ലോക സമാധാനത്തിന് വിലങ്ങുതടിയാണ്. ഈ വിജയത്തിന് ശേഷം ഉണ്ടല്ലോ ഇവര് പല രാജ്യങ്ങളും ഇതുപോലെ ആക്രമിക്കാൻ വരും. അത് നമ്മളെപ്പോലവർ കൃത്യമായിട്ട് അറിയാം. പക്ഷെ സംഖ്യക്കും ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തൊക്കെയായാലും കാണാനില്ലാത്ത നെതന്യാഹുവിനും കണ്ടിട്ടും ഒരു കാര്യമില്ലാത്ത നമ്മളെ ട്രംപണ്ണനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.